നിർമ്മലമായൊരു ഹൃദയമെന്നീ നിർമ്മിച്ചരുളുക നാഥ. നേരായൊരു നൽ മാനസവും തീർത്തരുൾകന്നിൽ ദേവാ. നിർമ്മലമായൊരു ഹൃദയമെന്നീ നിർമ്മിച്ചരുളുക നാഥ. നേരായൊരു നൽ മാനസവും തീർത്തരുൾകന്നിൽ ദേവാ. തവ തിരുസന്നിധി തന്നിൽ നിന്നും തള്ളിക്കളയരുതെന്നേ നീ. പരിപാവനനേ എന്നിൽ നിന്നും തിരികെ എടുത്തരുതെൻ പരമേ. നിർമ്മലമായൊരു ഹൃദയമെന്നീ നിർമ്മിച്ചരുളുക നാഥ. നേരായൊരു നൽ മാനസവും തീർത്തരുൾകന്നിൽ ദേവാ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടെ ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ്. റോമാലേഖനം 12-ാം അധ്യായം 16-ാം വാക്യം. തമ്മിൽ ഐക്യമത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്ന് കൊള്ളുവീൻ. നിങ്ങളെ തന്നെ ബുദ്ധിമാന്മാർ എന്ന് വിചാരിക്കരുത് എന്ന വാക്യമാണ്. ഈ വാക്യത്തിനുള്ളിൽ അരുതാത്ത, സംഭവിക്കുവാൻ പാടില്ലാത്ത ഒരു വാക്ക്. സ്വയം വലിപ്പം കാണിക്കുന്നവരായി നിങ്ങൾ തീരരുത്. സ്വയം പുകഴുന്നവരായി നിങ്ങൾ തീരരുത്. അതൊരു വിപത്തുണ്ടാക്കും എന്നുള്ള വാക്ക് തന്നെയാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായത്തിലേക്ക് നാം കടന്നു പോകുമ്പോൾ നെബൂഖദ്നേസർ രാജാവ് എന്ന് പറയുന്ന ശ്രേഷ്ഠനായ രാജാവ് താൻ ഏറ്റവും ശ്രേഷ്ഠമായ ഉന്നതമേറിയ ഒരു രാജകൊട്ടാരം പണി കഴിപ്പിച്ചിരിക്കുന്ന സാഹചര്യമാണ്. 4-ാം അധ്യായം 30-ാം വാക്യത്തിനകത്തും പണികളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ടും ആ മനോഹരമായിരിക്കുന്ന കൊട്ടാരത്തെ നോക്കിക്കൊണ്ടും രാജാവ് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: ഇത് ഞാൻ എൻ്റെ ധനമഹാത്മ്യത്താൽ എൻ്റെ പ്രതാപ മഹത്വത്തിനായിട്ട് രാജധാനിയായി പണിത മഹനീയ ബാബേലല്ലയോ എന്ന് രാജാവ് പറഞ്ഞു. അവിടെ രാജാവ് പറയുന്നത്, എൻ്റെ ധനം കൊണ്ട് എൻ്റെ പ്രതാപ മഹത്വത്തിനു വേണ്ടി ഞാൻ പണി കഴിപ്പിച്ച കൊട്ടാരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ കഴിവിനെ, തൻ്റെ സാമ്പത്തിക നേട്ടങ്ങളെയും ഒക്കെ താൻ പറഞ്ഞു ഭാവിക്കുന്ന വാക്കുകളാണ്. പക്ഷേ തനിക്ക് എന്താണ് സംഭവിക്കപ്പെട്ടത്? ആ വാക്കുകൾ രാജാവ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത്യുന്നതനായ ദൈവം നെബൂഖദ്നേസർ രാജാവിനോട് പറയുകയാണ്, നീ ഇത്രമാത്രം വലിപ്പം ഭാവിക്കുന്നത് കൊണ്ട് നിന്റെ ധനം കൊണ്ടും നിന്റെ പ്രതാപ മഹത്വത്തിനു വേണ്ടി പണിതിരിക്കുന്നതുമായ ഈ കൊട്ടാരത്തിനുള്ളിൽ നിനക്ക് ജീവിക്കുവാൻ സാധ്യമല്ല. നിന്റെ പാർപ്പിനിയും വനാന്തര മേഖലകളിലായിരിക്കും എന്ന് പറയുകയും ആ തലങ്ങളിൽ നെബൂഖദ്നേസർ രാജാവ് കൊട്ടാരം വിട്ട് വനാന്തരത്തിൽ പോയി പാർക്കേണ്ടി വരികയും ചെയ്ത രംഗങ്ങളും 30 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിലേക്ക് നാം ഒന്ന് കടന്നു പോകുമ്പോൾ
9 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദേവാലയത്തിനുള്ളിൽ പ്രാർത്ഥിക്കാൻ വന്ന 2 പേരാണ്. ഒരാൾ പരീക്ഷകനും, ആ പരീക്ഷകൻ വലിപ്പം ഭാവിക്കുകയാണ് ചെയ്തത്. ഞാൻ കൊടുക്കുന്നവനാണ്, ഞാൻ പ്രാർത്ഥിക്കുന്നവനാണ്, ഞാൻ ശ്രേഷ്ഠനാണ്, എൻ്റെ കൂടെയുള്ള മറ്റുള്ളവരെക്കാളൊക്കെ ഞാൻ ഉന്നതനാണെന്നും എന്നുകൊണ്ട് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന വാക്കുകളാണ്. ആ വാക്കുകളെല്ലാം ശ്രദ്ധയോടെ കേട്ട ദൈവം അവനോട് പറയുന്ന മറുപടി 14-ാം വാക്യത്തിലുണ്ട്. തന്നെത്താൻ ഉയർത്തുന്നവൻ എല്ലാം താഴ്ത്തപ്പെടും എന്ന പദമാണ്. വലിയ പാവങ്ങൾ ഒക്കെ നിങ്ങളുടെ ഹൃദയത്തിനകത്തുണ്ടായാൽ അത് നിങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമായി തീരുകയും നിങ്ങൾ സ്വയം താഴുവാനും, ഞാൻ ഏതുമില്ല, ഞാൻ ദൈവത്തിൻ്റെ കരുണയിലാണ്, ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് എന്ന് പറയുവാൻ മനസ്സ് വയ്ക്കുന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നന്മയും നിലനിൽക്കുവാനും നന്മകൾ കിട്ടുവാനും എന്നുള്ളത് തന്നെയാണ്. ആകയാൽ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിനകത്ത് ഉള്ളതോ നേടുവാൻ പോകുന്നതുമായ ഒന്നിനെക്കുറിച്ച് നാം വലിപ്പം ഭാവിക്കാതെ സ്വയം താഴ്മ ധരിച്ചുകൊണ്ട് സകലത്തിന് യോഗ്യനായി തീർത്ത ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടും ക്രിസ്തീയ ജീവിതം മുന്നോട്ട് കഴിപ്പാനും ആ തലങ്ങളിൽ ദൈവം നമുക്ക് തന്ന നന്മകൾ അനുഭവിക്കുവാൻ തക്കവണ്ണം നമ്മളെ സമർപ്പിക്കുന്നവരായി തീരണം. അതിന് എൻ്റെ വചനം കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവം കൃപ നൽകട്ടെ. കരുണയുള്ള ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ സ്വയം പോഴുന്നവരായി തീരാതെ ഞങ്ങൾ താഴ്ന്നവരായി തീരണം. അതിനുവേണ്ടി ദൈവത്താൽ അനുഗ്രഹപ്പെടുവാനും ഈ ദൈവവചനം കേട്ട എല്ലാവരും ദൈവം സഹായിക്കണമേ. എല്ലാം ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ